നമസ്കാരം. ഒരല്പം സ്വാതന്ത്ര്യകാല ചിന്തകളോടെ 125 ദിവസത്തെ സെയിലിംഗ് കമൻട്രി നമുക്ക് ആരംഭിക്കാം. 1947 പിറവിയെടുത്ത ഒരു കപ്പൽ കമ്പനി, ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലൈൻ. നമ്മൾ വളരെ ഫെമിലിയറാണ്. OOCL എന്നൊക്കെ പറഞ്ഞ് പല കപ്പലുകൾ പല ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ OOCL, ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലൈൻ എന്ന് പറയുന്ന ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി. ലോകത്തിൽ അവർക്ക് 100 പ്രധാനപ്പെട്ട സിറ്റികളിൽ, നഗരങ്ങളിലായി 130 ഓഫീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഓഫീസുകളുണ്ടെന്ന് സാരം. അങ്ങനെയുള്ള OOCL ഇന്നലെ 24,188 TEU കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന OOCL വലൻസിയ എന്ന് പറയുന്ന കപ്പൽ നീറ്റിലിറക്കി. അവർ ഈ നിരയിൽ 12ഓളം കപ്പലുകൾക്ക് ഓർഡർ കൊടുത്തിരുന്നു. അതിൽ 7ാമത്തെ കപ്പലാണ് OOCL വലൻസിയ. കഴിഞ്ഞ വർഷം 2023 അവർക്ക് 6 കപ്പലുകൾ, ഈ നിരയിലുള്ള 6 കപ്പലുകൾ ഇറക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് 7ാമത്തെ കപ്പലാണ്. ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കപ്പൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏത് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എത്ര തിരഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. പ്രേക്ഷകർക്ക് ആ തിരയൽ തുടരാം. നാൻറ്റോങ് കോസ്കോ കീ ഷിപ്പ് എഞ്ചിനീയറിംഗ് ഷിപ്പ്യാർഡിലാണ് നിർമ്മാണം പൂർത്തിയാക്കി കപ്പൽ നീറ്റിലിറങ്ങിയിരിക്കുന്നത്. ഇനിയും ആ നിരയിൽ 5 കപ്പലുകൾ കൂടി ഇറങ്ങാനുണ്ട്. 2024 അവ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ കപ്പലിൻ്റെ ചരിത്രം പറയുന്നതിനോടൊപ്പം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലല്ല. ഏറ്റവും വലുത് നമ്മുടെ MSC ഐറിന തന്നെയാണ് ഇപ്പോഴും, 24,346. OOCL വലൻസിയ 24,188. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 100-150 വ്യത്യാസം വരുന്നുണ്ട്. OOCL വലൻസിയ എന്ന് പറയുന്നത്, വലൻസിയ വളരെ പ്രശസ്തമായ യൂറോപ്പിലെ, സ്പെയിനിലെ ഒരു പോർട്ടാണ്. അപ്പോൾ ചൈനീസ് കമ്പനി, ഹോങ്കോങ്ങിലെ കമ്പനി, സാധാരണഗതിയിൽ അവരങ്ങനെയാണ് പ്രശസ്തമായ പോർട്ടുകളുടെ പേരൊക്കെയാണ് കപ്പലുകൾക്ക് കൊടുക്കുന്നത്. ഇനി വിഴിഞ്ഞത്തിൻ്റെ പേര് ആരെങ്കിലും എപ്പോഴെങ്കിലും കൊടുക്കുമോ? ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനികൾ തന്നെ കപ്പൽ നിർമ്മാണത്തിലൂടെ വിഴിഞ്ഞത്തിൻ്റെ പേര് കൊടുക്കുമോ? നേവി കൊടുക്കുമോ? ആരും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതുവരെയും കൊടുക്കാത്തൊരു പേര് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിറക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. ചൈനയിലെ OOCL ഏറ്റവും വലിയ കപ്പലുകൾ ഇറക്കുമ്പോൾ അതിറക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു കമ്പനി നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കഴിഞ്ഞ ഒരു ദിവസം SCI, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പരാമർശിക്കാൻ ഇടവന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ഗവേഷണമൊന്നും നടത്തിയിട്ടല്ല. പെട്ടെന്ന് ഒരു താരതമ്യത്തിന് വേണ്ടി ചൈനയിലെ OOCL കമ്പനിയുമായി, കോസ്കോയുമായി ഒക്കെ പറയേണ്ടി വന്നെടുത്ത് നമുക്ക് അത്തരം കപ്പലുകൾ ഉണ്ടോ എന്ന് സംശയം ഉന്നയിച്ചു. പ്രേക്ഷകർ പലരും സെയിലിംഗ് കമൻട്രിയെ ചോദ്യം ചെയ്തു. ഇവിടെ 2 കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയാണ്. നമുക്ക് 24,000 ശിഷ്ടം ശേഷിയുള്ള കപ്പലുകൾ നിർമ്മിക്കേണ്ടതോ വാങ്ങേണ്ടതോ ഉൽപ്പാദിപ്പിക്കേണ്ടതോ ആയ സ്ഥാപനം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. ചൈനയിലെ കോസ്കോ പോലെ, OOCL പോലെ ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ ഇന്നത് വിൽക്കാനിട്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകളിൽ കടന്നു വരേണ്ട വിഷയം. ഇവിടെ 2 കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ 4,469 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പൽ തൂത്തുക്കുടിയിൽ നിന്ന് ദീൻദയാൽ പോർട്ടിലോട്ട് പോവുകയാണ്. ദീൻദയാൽ എന്ന് പറഞ്ഞാൽ പഴയ കണ്ട്ല പോർട്ട്, ഗുജറാത്തിലെ. സെയിലിംഗ് കമൻട്രിയിൽ ഒരിക്കൽ കണ്ട്ല പോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നൽകിയിരുന്നു. തൂത്തുക്കുടിയിൽ നിന്ന് ഗുജറാത്തിലോട്ട് പോകുമ്പോൾ മറ്റൊരു കപ്പൽ വാൻഹായ്, തൈവാനീസ് ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാൻഹായ് 521, അത് JNPTയിൽ നിന്ന് പോർട്ട് ക്ലാങ്, മലേഷ്യ പോർട്ട് ക്ലാങ്ങിലോട്ട് പോവുകയാണ്. ഈ 2 കപ്പലുകളും തമ്മിൽ ഒരു ചെറിയ താരതമ്യത്തിന് സാധ്യതയുണ്ട്. അതാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകൾ ഉണരണം എന്ന് പറയുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പാസിറ്റി 4,469 ആകുമ്പോൾ സെയിലിംഗ് കമൻട്രി ഇതെല്ലാം ട്രാക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഡ്രാഫ്റ്റ് 7.2 മീറ്ററാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ SCI ചെന്നൈയുടെ ഡ്രാഫ്റ്റ് 7.2 മീറ്ററാണ്. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നീളവും വീതിയും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനും ഒരു വലിയ സാമ്യതയുണ്ട്. SCI ചെന്നൈയുടെ നീളം 262, വീതി 32 മീറ്ററാണ്. ഈ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ 7.2 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഓടുന്നത്. വാൻഹായ് 521
269 മീറ്റർ നീളം, 32 മീറ്റർ വീതി. ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു 7 മീറ്റർ നീളം വാൻഹായ്ക്ക് കൂടുതലാണ്. ബാക്കി വീതി കറക്റ്റാണ്, 32 മീറ്ററാണ്. വാൻഹായ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ 10.3 മീറ്ററാണ് ഡ്രാഫ്റ്റ്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഈ താരതമ്യത്തിൽ നിന്ന് പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ കപ്പൽ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പൽ, തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്നത് 7.2 മീറ്ററാണ്. എൻ്റെ കപ്പാസിറ്റി 4469 TU ആണ്. കണ്ടെയ്നർ വഹിക്കാൻ കഴിവുള്ള കപ്പൽ 7.2 മീറ്റർ ഡ്രാഫ്റ്റോടുകൂടി ഓടുന്നു എന്ന് പറഞ്ഞാൽ അത് ഫുൾ കപ്പാസിറ്റിയിലല്ല ഓടുന്നത്. ഫുൾ കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞത് വാൻഹായുടെ അതിന് തുല്യമെങ്കിലും ആയിരിക്കണം. കാരണം വാൻഹായ് ഓടുന്നത് 10.3 മീറ്ററിലാണ്. അപ്പോൾ ഏകദേശം 3.1 മീറ്റർ കുറവാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ. ആഴം കുറഞ്ഞാണ് ഓടുന്നത്. എന്താണ് അതിൻ്റെ വ്യത്യാസം? ചരക്ക് കയറ്റിയിരിക്കുന്നത് കുറവാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ SCI ചെന്നൈ തൂത്തുക്കുടിയിൽ നിന്ന് കണ്ടലോട്ട് പോകുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റ് വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു 2250 കണ്ടെയ്നറെങ്കിലും കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു 2100 കണ്ടെയ്നറുമായിട്ടാണ് ഈ കപ്പൽ കടന്നു പോകുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് ഇതിന് ഓഡിറ്റിങ്ങും പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല. വിവരാവകാശം വിട്ട് ചോദിക്കുന്നതല്ല. ഇതൊക്കെ നമ്മുടെ ഗെസ്റ്റിമേറ്റാണ്. നമ്മുടെ പ്രായോഗികമായ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന അറിവുകളിൽ നിന്ന് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിനകത്ത് എത്ര കണ്ടെയ്നർ ഉണ്ടെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഏകദേശം കണക്ക് കൂട്ടി പറയുന്നു. 2100 2200 കണ്ടെയ്നറാണ് SCI ചെന്നൈക്കകത്തുള്ളതെങ്കിൽ വാൻഹായ്ക്കകത്ത് 4178 കണ്ടെയ്നർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരല്പം കുറവായിരിക്കാം. എന്തായാലും ഒരു 3.1 മീറ്റർ വ്യത്യാസമുണ്ട്. വാൻഹായ്ക്ക് 3.1 മീറ്റർ ആഴം കൂടുതലുണ്ട്. ഓടുന്ന കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അത്രയും ലോഡ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകളിലോട്ട് വരേണ്ട ഒരു വിഷയം. ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു പൊതുമേഖലാ പോർട്ടിൽ നിന്ന് മറ്റൊരു പൊതുമേഖലാ പോർട്ടിലോട്ട് പോകുമ്പോൾ ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണോ? ആ കപ്പലിൻ്റെ ഓട്ടം ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണോ? ഒരു സ്വകാര്യ കമ്പനിയായ വാൻഹായ് എന്ന് പറയുന്ന തൈവാനീസ് ഷിപ്പിംഗ് കമ്പനി ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ആ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഇതാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ വിൽക്കാനിട്ടിരിക്കുന്നത്. ഇതാരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ കപ്പൽ എന്തുകൊണ്ട് പകുതി കണ്ടെയ്നർ എടുത്തുകൊണ്ട് ഓടുന്നു? ചരക്കില്ല, അവർക്ക് ചരക്ക് കിട്ടുന്നില്ല. കിട്ടുമെങ്കിൽ അവരെടുത്ത് ഓടുമായിരുന്നു. കൊടുക്കാൻ ആളില്ല. ചില നീതീകരണ തൊഴിലാളികൾ ഇറങ്ങുമായിരിക്കും, വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട്. കാരണം എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, സെയിലിംഗ് കമൻട്രി ഇത് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ വ്യത്യാസം? വാൻഹായ് 521 10.3 മീറ്റർ ഡ്രാഫ്റ്റിൽ ഓടുമ്പോൾ നീളവും വീതിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ SCI ചെന്നൈ 7.2 മീറ്ററിൽ ഡ്രാഫ്റ്റിൽ ഓടുന്നത് എന്തുകൊണ്ട്? സാധാരണഗതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാകും. പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്. വിൽക്കാനിട്ടിരിക്കുന്ന ഒരു കമ്പനി 47 മുതൽ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ കോസ്കോ പോലെ, OOCL ഹോങ്കോങ് പോലെ വളരേണ്ടിയിരുന്ന ഒരു സ്ഥാപനം 24,000 അധികത്തിൽ കണ്ടെയ്നർ, ഇന്ത്യ മാക്സ് കണ്ടെയ്നറുകളും കപ്പലുകളും നിർമ്മിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാപനം ഇന്ന് വിൽക്കാനിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യം ഭരിച്ച് സേവിച്ചവരുടെ ഏറ്റവും വലിയ സംഭാവനയായി ചരിത്രം വിലയിരുത്തുന്നു എന്നല്ല, ഇപ്പം തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കരുത്. നമ്മുടെ മുമ്പിലൂടെ കാഴ്ച കാണുകയാണ്. വാൻഹായ് എന്ന് പറയുന്ന കപ്പലും OOCL ഹോങ്കോങ്ങും കോസ്കോ ഷിപ്പിങ്ങും മേഴ്സ്കും MSCയും CMA CGM ഒക്കെ കാണിക്കുന്ന പ്രൊഫഷണലിസം, കപ്പൽ രംഗത്ത് കാണിക്കുന്ന പ്രൊഫഷണലിസം ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാണുന്നില്ല. ഈവൻ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ പോലും കാണുന്നില്ല എന്നുള്ളത് ദയനീയമായ ഒരു ദുരവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ മാറി രാജ്യം, ഇന്ത്യ മുന്നോട്ട് കുതിക്കേണ്ട ഒരു സമയമാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഗൃഹപാഠം ചെയ്യാൻ കഴിയേണ്ട വസ്തുതകളും കണക്കുകളും മറ്റുമാണ്. അത് പഠിക്കുക, വിലയിരുത്തുക. ഇത്തരം കണക്കുകളും വസ്തുതകളും ചരിത്രങ്ങളും കബളിപ്പിക്കലുകളും എല്ലാം വളരെ ആത്മാർത്ഥമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട്, പഠനവിധേയമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ വിഴിഞ്ഞം പദ്ധതി അടുത്ത ഡിസംബറിൽ
കമ്മീഷൻ ചെയ്യുകയിൽ അടുത്ത ഡിസംബറിൽ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ മാത്രമല്ല എല്ലാവരും വളരെ ജാഗ്രതയോടെ ഈ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ഒരു കുതിപ്പ്, ഇന്ത്യയുടെ ഒരു മുന്നേറ്റം നടത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് സെയിലിംഗ് കമന്ററിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ. 125 ദിവസം പിന്നിടാൻ കഴിഞ്ഞ ചരിതാർത്ഥ്യം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കട്ടെ.